എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാഭാഗവതത്തിന്റെ 3ാമത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എന്നാലും എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. വലിയൊരു സംരംഭമാണ് ഇത്. വലിയ വലിയ മഹർഷീശ്വരന്മാരും വലിയ വലിയ പ്രഗത്ഭരായ ആൾക്കാരും ചെയ്യുന്ന ഒരു സപ്താഹ യജ്ഞാണത്. ഞാൻ എന്റേതായിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു ഉദ്യമമാണത്. മനസ്സിലായില്ല. അപ്പൊ പല തെറ്റുകളും വരാം. എനിക്ക് അത്രയൊന്നും ഈ വലിയ വലിയ ആൾക്കാരുടെ മാതിരി അത്രയൊന്നും നമുക്ക് നോളജ് ഇല്ലല്ലോ. പക്ഷെ എന്റെ അറിവിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഞാൻ ബുക്ക് വായിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ഒരിക്കലും മറക്കരുത്. കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. അങ്ങനെ ഇരിക്കെ അവളുടെ അനുജത്തി അവിടെ ചെന്നു. ആരുടെ? ദുന്ദുലിയുടെ. ദുന്ദുലി അവളോട് സ്വകാര്യമായി സംഗതിയൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ അനുജത്തി പറഞ്ഞു. അപ്പൊ ദുന്ദുലി എല്ലാ കാര്യങ്ങളും അനുജത്തിയോട് വിശദമായിട്ട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നാണ്. എന്റെ ഭർത്താവ് പോയി ഇങ്ങനെ സന്യാസി വരനെ കണ്ടു. സന്യാസി വരനെ ഒരു പഴം കൊടുത്തു. ആ പഴം എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു. എനിക്കത് കഴിക്കാൻ വയ്യ. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാൻ ഗർഭിണിയാവും. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ വയറൊക്കെ നിർത്തും. ഞാൻ തടിക്കും. എന്റെ സൗന്ദര്യം മുഴുവൻ പോവും. എനിക്ക് പ്രസവിക്കാൻ വയ്യ. അതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട പണിയാണ് എന്നൊക്കെ പറഞ്ഞ് അനിയത്തിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അനിയത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ചേച്ചി, ഞാനൊരു വഴി പറഞ്ഞുതരാം. അപ്പൊ അനിയത്തി പറഞ്ഞു, ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഗർഭമാണ്. ഞാനിപ്പോൾ ഗർഭിണിയാണ്. ഞാൻ പ്രസവിച്ചാൽ എന്റെ സ്വാമിയുടെ കയ്യിൽ ആ കുട്ടിയെ കൊടുത്തയക്കാം. അദ്ദേഹം എപ്പോഴും തിടുക്കക്കാരനാ. വല്ലതും കൊടുത്ത് സന്തോഷിപ്പിച്ചേക്കും. പഴം കഴിക്കേണ്ട. ചേച്ചി ഗർഭമാണെന്ന് പറഞ്ഞ് ഇരുന്നോളൂ. ചേച്ചി, ഞാനൊരു വഴി പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഗർഭമാണ്. ഞാൻ പ്രസവിച്ചാൽ എന്റെ സ്വാമിയുടെ കയ്യിൽ ആ കുട്ടിയെ കൊടുത്തയക്കാം. അപ്പോൾ എപ്പോഴും തുടുക്കക്കാരനാ. വല്ലതും കൊടുത്ത് സന്തോഷിപ്പിച്ചേക്കും. പഴം കഴിക്കേണ്ട. ചേച്ചി ഗർഭമാണെന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ അനിയത്തി പറഞ്ഞു, ഞാൻ എന്തായാലും ഗർഭിണിയാണ്. ഞാൻ എന്തായാലും പ്രസവിക്കും. എന്തായാലും എനിക്ക് കുട്ടിയെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ ചേച്ചി കൊടുത്തുകൂടാ. അപ്പൊ ചേച്ചിക്ക് പ്രസവിക്കേണ്ട പരിപാടിയൊന്നും വേണ്ടല്ലോ. അപ്പൊ കൊടുത്തുകൂടാ. അപ്പൊ എന്റെ ഭർത്താവ് കൊണ്ടുവന്ന് തരുമ്പോ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. ദുന്ദുലിക്ക് സന്തോഷമായി. ആ പഴം തന്റെ പശുവിനെ തിന്നാൻ കൊടുക്കുകയും ചെയ്തു. ഭർത്താവിനോട് പഴം കഴിച്ചു എന്ന് പറഞ്ഞു. ദുന്ദുലിക്ക് വളരെ സന്തോഷമായി. ആ നല്ലൊരു ട്രിക്ക് നമ്മുടെ അനിയത്തിക്കുട്ടി പറഞ്ഞു തന്നു. വളരെ നന്നായി. എന്തായാലും അപ്പൊ പറഞ്ഞു, ശരി ഞാനത് കഴിച്ചു. ആ പഴം എന്ത് ചെയ്തു? ആ പഴം ഒരു പശു ഉണ്ട്. അവരുടെ പശുവിനെ പഴം തിന്നാൻ കൊടുത്തു. ഭർത്താവിനോട് പഴം കഴിച്ചു എന്ന് പറയുകയും ചെയ്തു. നുണയും പറഞ്ഞു. ഒരു കുരടയാണല്ലോ. അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അപ്പൊ പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ആ പഴം കഴിച്ചു. നിങ്ങളോട് പറഞ്ഞ് ഞാൻ കഴിച്ചു പറഞ്ഞു. ഓക്കെ. ഭാര്യയ്ക്ക് ഗർഭമാണെന്നറിഞ്ഞ് ആത്മദേവൻ വളരെ സന്തോഷിച്ചു. ഭാര്യയ്ക്ക് ഗർഭമാണ്. അപ്പൊ എന്താ പരിപാടി? എന്തെങ്കിലും തലോണയൊക്കെ വെച്ചിട്ട് ഗർഭം പോലെ കാണിച്ചിട്ടുണ്ടാവും. ഭാര്യയ്ക്ക് ഗർഭമാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ആത്മദേവന് ഭയങ്കര സന്തോഷമായി. അനുജത്തി പറഞ്ഞ പ്രകാരം എല്ലാം ചെയ്തു. ദുന്ദുലി പ്രസവിച്ച വിവരം അറിഞ്ഞ് ആത്മദേവൻ അത്യന്തം സന്തുഷ്ടനായി. സുഖപ്രസവം, ആൺകുട്ടി. ദുന്ദുലി ഭർത്താവിനോട് പറഞ്ഞു, നോക്കൂ, എന്റെ സ്ഥലത്തിൽ പാലില്ല. എന്റെ അനുജത്തി പ്രസവിച്ചു കിടക്കുകയാണ്. കുട്ടി മരിച്ചു അത്രേ. അവളെ കുറച്ചു കാലം ഇവിടെ താമസിപ്പിച്ചാൽ എന്താ? നമ്മുടെ കുഞ്ഞിന് പാലൂട്ടാൻ ഒരാളുണ്ടല്ലോ. അപ്പോ ഈ പ്രസവവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചു. മറ്റേ ദുന്ദുലിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞു. ആൺകുട്ടിയാണെന്നൊക്കെ ഭർത്താവിനോട് പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ എനിക്ക് എന്റെ സ്ഥലങ്ങളിൽ പാലില്ല. അതുകൊണ്ട് എന്റെ അനിയത്തി ഇപ്പൊ പ്രസവിച്ചിട്ടു. അപ്പൊ അനിയത്തിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ അനിയത്തി വന്നു കഴിഞ്ഞാൽ കൊച്ചിന് പാൽ കൊടുക്കാനൊക്കെ അനിയത്തി കുട്ടിയുടെ മരിച്ചുപോയി എന്നും പറഞ്ഞു അനിയത്തി. അപ്പൊ അനിയത്തിക്ക് ഇപ്പൊ പാല് കൊടുക്കാം. പാല് കൊടുത്ത് എന്റെ കുട്ടിക്ക് പാല് കൊടുക്കാം. മനസ്സിലായില്ലേ? എന്റെ സ്ഥലങ്ങളിലാണ് പാലില്ല എന്ന് പറഞ്ഞു. ഓക്കേ എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. എങ്ങനെയെങ്കിലും കുഞ്ഞു നന്നാവട്ടെ. ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞല്ലേ. എന്തെങ്കിലും ആവട്ടെ. അനിയത്തിയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താം കേട്ടോ. അവള് കൊടുക്കട്ടെ, കുട്ടിക്ക് പാലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കട്ടെ. അവള് ഇത്ര ആറ്റുനോറ്റ് പ്രാർത്ഥനയോടുകൂടി കിട്ടിയ ഒരു സന്തതിയാണ്. ആ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കണം മുമ്പ്. ജാതക കർമ്മങ്ങളൊക്കെ വിധി പോലെ ചെയ്ത് കുഞ്ഞിനെ ദുന്ദുകാരി എന്ന് പേരിട്ടു. 2-3 മാസം ചെന്നപ്പോൾ അവരുടെ പശുവും പ്രസവിച്ചു. മച്ചിയായി നിന്നിരുന്ന പശു ഒന്നാന്തരം മനുഷ്യക്കുട്ടിയെയാണ് പ്രസവിച്ചത്. എല്ലാവരും അത്ഭുതപ്പെട്ടു. അയൽക്കാർ പശു പെറ്റ മനുഷ്യക്കുഞ്ഞിനെ കാണാൻ കൗതുകത്തോടെ ഓടിയെത്തി. നല്ലവനായ ആത്മദേവൻ ഭാഗ്യവാനാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അത്ഭുതനെ അഭിനന്ദിച്ചു.
അപ്പൊ നമ്മള് അന്ന് ധുന്തുലി ആ പഴം ആർക്കാ കൊടുത്ത്? പശു. ആ പശുവും ഗർഭിണിയായി, പഴം കഴിച്ചോണ്ട് പശു ഗർഭിണിയായി, പശു പ്രസവിച്ചു. പശു പ്രസവിച്ചപ്പോ പശുക്കുട്ടിയല്ല, മനുഷ്യക്കുട്ടിയാണ് ധുന്തുലി മറ്റേ നമ്മുടെ ഈ പശു പ്രസവിച്ചത്. മച്ചിയായ ആ പശു ഈ ധുന്തുലിയമാര് മച്ചിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അതും ഗർഭം ധരിച്ച് പ്രസവിച്ചു. മനസ്സിലായില്ലേ? മച്ചിയായിരുന്ന പശു ഗർഭം ധരിച്ച് പ്രസവിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു. നാട്ടുകാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. എന്താ പ്രസവിച്ചിരിക്കുന്നത്? പശുക്കുട്ടിയല്ല, മനുഷ്യക്കുട്ടീനെ. അപ്പോ എല്ലാവരും പ്രസവിച്ചു. അയൽക്കാർ പശു പറ്റ മനുഷ്യക്കുഞ്ഞിനെ കാണാൻ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും വന്നു. നമ്മള് ചില ഈ മറ്റേ എന്താ പറയാ, പണ്ടൊക്കെ എക്സിബിഷൻ വരുമ്പോ അതിലിങ്ങനെ ട്രിക്കാണ്. ആ ട്രിക്ക് ശരിക്കുള്ളതൊന്നുമല്ല, ട്രിക്കാണ്. പശുവിന്റെ ഉടല് മനുഷ്യന്റെ തല, പാമ്പിന്റെ ഉടല് മനുഷ്യന്റെ തല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇരുട്ടിൽ ഇങ്ങനെ ആൾക്കാർ കാണാം. അത് ഒരു ട്രിക്കാണ്. ഇത് ട്രിക്കല്ല, ഇത് റിയലായിട്ട് ഉണ്ടായതാണ്. ശരിക്കുള്ള ഒരു മനുഷ്യക്കുട്ടി, അല്ലാണ്ട് പശുവിന്റെ ബോഡിയും മനുഷ്യന്റെ തലയൊന്നും ആയിട്ടൊന്നുമില്ല. ശരിക്കുള്ള മനുഷ്യക്കുട്ടി തന്നെയാണ് ആ പശു പ്രസവിച്ചത്. അപ്പൊ അത് കാണാൻ വേണ്ടി അവിടെ ജനങ്ങളെല്ലാം വന്നു. പശുപെറ്റ കുഞ്ഞിനെ ചെവി പശുക്കളുടേതുപോലെ അല്പം കൂർത്തതായി കണ്ടതിനാൽ അദ്ദേഹം അവന് ഗോകർണൻ എന്നാണ് പേരിട്ടത്. അവനെയും തന്റെ മകനായി അദ്ദേഹം വളർത്തി. നാട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. നാട്ടുകാർ പറഞ്ഞു, ഓ, ഒരു കുട്ടിക്ക് വേണ്ടി അങ്ങ് ഇത്ര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ 2 കുട്ടിയായല്ലോ. പശു പറ്റപ്പോ എന്താ, മനുഷ്യക്കുട്ടിയുടെ പോലെ തന്നെയല്ലേ, പിന്നെന്താ ഇപ്പൊ കുഴപ്പം, നന്നായി 2 കുട്ടികൾ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മറ്റേ നമ്മുടെ എന്താ പറയാ, ആത്മദേവന് വളരെ സന്തോഷമായി. പശുപെറ്റ കുഞ്ഞിനെ ചെവി പശുക്കളുടേതുപോലെ അല്പം കൂർത്തതായി കണ്ടതിനാൽ അദ്ദേഹം അവന് ഗോകർണൻ എന്ന് പേരിട്ടു. ഗോകർണൻ, അതായത് പശുവിന്റെ പോലെ ചെവി ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന 2 ആയതുകൊണ്ട് അവന് ഗോകർണൻ എന്ന് അങ്ങേര് പേരിട്ടു. യഥാകാലം 2 കുഞ്ഞുങ്ങൾക്ക് ഉപനയനം മുതലായ കർമ്മങ്ങളെല്ലാം ചെയ്ത് പതിവുപോലെ വിദ്യാഭ്യാസവും കൊടുത്തു. അപ്പൊ എല്ലാ ഉപനയനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പൂണൂർ കല്യാണം, അത് കൊണ്ട് കുറെ പരിപാടികളില്ലേ കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ, അതെല്ലാം 28, അത് കഴിഞ്ഞ് ചോറൂണ്, അത് കഴിഞ്ഞ് പിന്നെ വിദ്യാരംഭം, പിന്നെ ഉപനയനം മൂല കർമ്മങ്ങളെല്ലാം ചെയ്ത് പതിവുപോലെ വിദ്യാഭ്യാസവും കൊടുത്തു. പതിവുപോലുള്ള ആ ബേസിക് വിദ്യാഭ്യാസങ്ങളും കൊടുത്തു. എന്നാൽ വളർന്നു വന്നതോടെ ദുന്തുകാരി മഹാതോനിവാസിയും തെമ്മാടിയുമായാണ് കാണപ്പെട്ടത്. ദുന്തുകാരി, അതായത് ഈ അനിയത്തി പ്രസവിച്ച് ആ കൊച്ചിനെ കൊണ്ടുവന്ന് ദുന്തുലിന്റെ അടുത്ത് കൊടുത്തിട്ടില്ലേ, ആ കുട്ടി ഭയങ്കരമായ തെമ്മാടിയായിട്ടാണ് കാണപ്പെട്ടത്. അയൽക്കാരുടെ മക്കളെ ദുഹിക്കുക, കക്കുക, കവരുക, ഇതെല്ലാമായിരുന്നു അവന്റെ തൊഴിൽ. അവന്റെ തൊഴിൽ കക്കുക, തമ്മിത്തല്ല, അടികൂടുക, പിടികൂടുക, ഇതൊക്കെയായിരുന്നു അവന്റെ തൊഴിൽ. ഗോകർണൻ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ശ്രദ്ധയോടെ പഠിച്ച് നല്ല വിദ്വാനും ഈശ്വരഭക്തനുമായി തീർന്നു. സഹോദരന്റെ ഉപദ്രവം ഹേതുവായി അച്ഛൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ഗോകർണൻ തന്നെ ദുഃഖിച്ചു. ആര് പറഞ്ഞാലും ദുന്തുകാരി കൂട്ടാക്കിയിരുന്നില്ല. ഗോകർണനാണെങ്കിലോ, അതായത് പശുവിന്റെ മകനായി ജനിച്ചിട്ടുള്ള ഈ ഗോകർണൻ അച്ഛൻ പറഞ്ഞു കൊടുത്തൊക്കെ വളരെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് ഹൃദിസ്ഥമാക്കി, എല്ലാം ഹൃദിസ്ഥമാക്കി അച്ഛന് വേണ്ടപ്പെട്ടൊരു മകനായിട്ട്, അനുസരണയുള്ളൊരു മകനായിട്ട് അങ്ങനെ വളർന്നു. അച്ഛൻ ഈ ദുന്തുകാരുടെ ഈ തെമ്മാടത്തരമൊക്കെ കണ്ടിട്ട് ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ടെന്ന് ഗോകർണന് ഭയങ്കരമായിട്ട് മനസ്സിലായി. ഗോകർണൻ സജ്ജനങ്ങളെ അന്വേഷിച്ച് ക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സഞ്ചരിച്ച് അറിവ് നേടിക്കൊണ്ട് കാലം കഴിച്ചു. ഗോകർണൻ സജ്ജനങ്ങളെ അന്വേഷിച്ച് ക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് അറിവ് നേടിക്കൊണ്ട് കാലം കഴിച്ചു. സജ്ജനങ്ങളെ, ഗോകർണനാവുമ്പോൾ നല്ലൊരു മനുഷ്യൻ, നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസം, അച്ഛനനുസരിക്കും എല്ലാ വിദ്യാഭ്യാസങ്ങളും കിട്ടി. അപ്പൊ നല്ല മനുഷ്യന്മാരെ അന്വേഷിച്ച് ക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാം മൂപ്പര് അങ്ങനെ യാത്ര ചെയ്ത് ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വീട്ടിലെ സ്ഥിതി എന്താണ്? കുടിച്ച് മതോന്മത്തനായ ദുന്തുകാരി അച്ഛന്റെ സ്വത്തെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. വേശ്യാസ്ത്രീകളുമായി സഹകരിച്ച് അവർക്ക് വേണ്ടി വീട്ടിലെ പാത്രങ്ങളും പണ്ടങ്ങളും കൂടി വിറ്റു തുലച്ചു. വീണ്ടും പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അവരെ ശകാരിക്കുവാനും അടിക്കുവാനും അവൻ മടിച്ചില്ല. അപ്പൊ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നനക്ക് ആ സന്യാസി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നനക്ക് കൊച്ചുണ്ടായാലും അത് നനക്കൊരു പ്രാരബ്ധമാവും. അതുപോലെ വന്നു. ഇപ്പൊ ഇതുപോലെ കുറെ ഇപ്പോഴത്തെ കേസ്, ഇപ്പൊ നമ്മുടെ പ്രസന്റ് സിനാരിയോയില് ഇതുപോലത്തെ കുറെ കേസുകളുണ്ട്. എന്താണ്? കുട്ടിച്ച് മതോന്മത്തനായി വന്ന് ദുന്തുകാരി അച്ഛന്റെ സ്വത്തെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ധാരാളം ഇപ്പൊ നമുക്ക് കാണാമല്ലോ, ഇഷ്ടം പോലെ നമ്മളെ കാണാം. അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച പൂർവികന്മാരുണ്ടാക്കിയ സ്വത്തെല്ലാം നശിപ്പിച്ച് കൂട്ടിച്ച് അടി കൂടി കള്ള് മാത്രം മതി, എല്ലാരും കള്ള് മാത്രം മതി.
അങ്ങനെ വേശ്യകളായിട്ട് ഒക്കെ പോയിട്ട് വേശ്യകളുമായിട്ട് വേശ്യകളേക്ക് പൈസ കൊടുക്കാൻ വേണ്ടി വീട്ടിലെ പാത്രങ്ങളും പണ്ടങ്ങളും മാറ്റും ഇത് എല്ലാം വിറ്റ് തുലച്ചു. അച്ഛന് അതെല്ലാം എല്ലാ സ്വത്തും കുറെ നമ്മള് നശിപ്പിച്ചു കഴിഞ്ഞാൽ തീരുമല്ലോ. എന്നും തീരാത്ത സ്വത്തുകളൊന്നും ഇല്ലല്ലോ ഈ ലോകത്ത്. അങ്ങനെ അതെല്ലാം തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും നമ്മുടെ മെക്കെട്ട് കയറാൻ തുടങ്ങി. ഇപ്പൊ എത്രയോ പിള്ളേരെ അതുപോലെ ചെയ്യുന്നില്ലേ, എല്ലാം തൊട്ട് കളിപ്പിച്ച്. പിന്നെ അച്ഛനും അമ്മയും അച്ഛൻ എന്നാ ചെയ്തില്ല, അച്ഛൻ ചെയ്തില്ല, പിന്നെ അച്ഛന്റെ നേരെ മെക്കെട്ടിടാ, അമ്മളെ നേരെ മെക്കെട്ടിടാ, അമ്മളെ വെട്ടിക്കൊല്ല, അച്ഛനെ വെട്ടിക്കൊല്ല. കേസുകൾ നമ്മൾ പലതും കേൾക്കാറുണ്ടല്ലോ, പേപ്പറിലും ന്യൂസിൽ എടുക്കുന്ന ഇഷ്ടം പോലെ കേൾക്കാനില്ലേ. അത് തന്നെ കലികാല വൈഭവം. അടിക്കുവാനും അവൻ മടിച്ചില്ല. അവരെ അടിക്കലും തൊഴിക്കലും വെട്ടലും കുത്തലും ഒക്കെ ഉണ്ട്, ഒക്കെ ചെയ്തു അവൻ. കഷ്ടം. ഞാൻ ആ സന്യാസി പറഞ്ഞത് വായിക്കാതെ സന്താനത്തിന് കൊതിച്ചു. അപ്പൊ അച്ഛൻ ആലോചിച്ചു, ആ സന്യാസി പറഞ്ഞതാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാരബ്ധമായി മാറുന്ന. അന്ന് എന്റെ അടുത്ത് സന്യാസി പറഞ്ഞാണ്, പക്ഷെ ഞാൻ അനുസരിച്ചില്ല. എന്താ ചെയ്യാം? അതൊന്നും അനുസരിക്കാൻ എനിക്ക് അന്ന് കൊച്ചു വേണമെന്നുള്ളൊരു ഒറ്റ ഐഡിയ ഉണ്ടാവുള്ളൂ. അവൻ എന്ത് സ്വഭാവമാണെന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണേ. അയ്യോ, അതിനെക്കാളും നല്ല കൊച്ചു ഇല്ലാണ്ടിരിക്കുകയായിരുന്നു നല്ലതെന്ന് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒടുവിൽ ഇതായി ഗതി. ഇനി എന്തായാലും സംസാര ബന്ധം വെടിഞ്ഞ് തീർത്ഥാടനം ചെയ്ത് സൽഗതി ലഭിക്കട്ടെ എന്ന് തീരുമാനിച്ച അല്പദേവൻ 60ാമത്തെ വയസ്സിൽ വാനപ്രസ്ഥത്തിലേക്ക് പോയി കാലഗതി പ്രാപിച്ചു. അങ്ങനെ അയ്യോ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല പറഞ്ഞ് അങ്ങേരെ വേഗം പല അമ്പലങ്ങളൊക്കെ കണ്ടിട്ട് വാനപ്രസ്ഥത്തിൽ പോയി അവിടെ കാലഗതി മരിച്ച് പോയി. അച്ഛന് പോയതോടെ മകൻ 4-5 വേശ്യാസ്ത്രീകളുമായി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. മകന്റെ ഉപദ്രവം സഹിക്കാഞ്ഞിട്ട് അമ്മ കിണത്ത് ചാടി ജീവത്യാഗം ചെയ്തു. അച്ഛൻ പോയതോടുകൂടി ഈ വേശ്യകളെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് അപ്പൊ അവർക്ക് വെച്ചു കൊടുക്കലും ഒക്കെ അമ്മയ്ക്ക് പണിയായി. അപ്പൊ അമ്മ അങ്ങനെ ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് അമ്മ അവസാനം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. സ്വത്തെല്ലാം നശിച്ചപ്പോൾ ദുന്തുകാരി കൊള്ളയും കവർച്ചയും തുടങ്ങി. ഒരിക്കൽ ഒരു വലിയ കവർച്ച നടത്തി അവൻ കുറേയധികം പണ്ടവും സ്വർണവും മറ്റും കൊണ്ടുവന്ന് കണ്ടപ്പോൾ ആ സ്ത്രീകൾ ആ വസ്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി ദുന്തുകാരുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ടും അവന്റെ ഉപദ്രവം തീർന്നില്ല. പ്രേതമായ ആ നാട്ടുകാരെ എല്ലാം ഉപദ്രവിച്ചു. പിന്നെ പൈസക്ക് തീർന്നപ്പോൾ പിന്നെന്തായി? തട്ടിപ്പറി, കൊലപാതകം, പിന്നെ മറ്റേ കൊള്ള, കവർച്ച ഇതൊക്കെ ചെയ്തിട്ട് അവൻ കാശുണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം അപ്പൊ വീട്ടിലാരിക്കണേ കുറെ വേശ്യകളാണ്. അവർക്ക് പൈസ മാത്രം മതി അവർക്ക്. അപ്പൊ ഇവൻ കുറെ ഒരു ദിവസം കുറെ പണ്ടങ്ങളും അതും ഇതൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുവന്ന് പോകുമ്പോഴത്തെ ഇത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഇവന്റെ കഴുത്തിൽ നല്ലൊരു കയറിട്ട് കെട്ടി വലിച്ച് അവനെ കൊന്നപ്പോ അവൻ ഒരു ദുർഭേദമായി മാറി, ദുർപ്രേതമായിട്ട് മാറി. എന്നിട്ട് ആ നാട്ടുകാർ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴും ഉപദ്രവം നിർത്തിയില്ല, മരിച്ചപ്പോഴും ഉപദ്രവം നിർത്തിയില്ല. അപ്പൊ പ്രേതമായി മാറി ആൾക്കാർ ഉപദ്രവിക്കാൻ തുടങ്ങി. തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഗോകർണൻ ചില നാട്ടുകാരെ കണ്ടുമുട്ടി. അവർ അവന്റെ അമ്മയുടെയും ജ്യേഷ്ഠന്റെയും മരണവും അവന്റെ പ്രേതാവസ്ഥയും മറ്റും വിവരിച്ചു. ഗോകർണൻ വല്ലാത്ത ഖേദം തോന്നി. അവരുടെ ആത്മശാന്തിക്കായി ഗയാശ്രാദ്ധമൂട്ടിയ ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. ഇങ്ങനെ ഗോകർണപ്പം പിന്നെ തീർത്ഥാടനത്തിന് പോയിരിക്കുകയായിരുന്നല്ലോ. മകന്റെ ഈ മറ്റേ ചേട്ടന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് അങ്ങനെ തീർത്ഥാടനത്തിന് അന്നേ പോയി. അച്ഛൻ മരിക്കാൻ കാട്ടിലേക്ക് പോണതിന് മുമ്പേ മൂപ്പര് തീർത്ഥാടനത്തിന് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ നാട്ടിലത്തെ ചില ആൾക്കാര് ഗോകർണനെ കണ്ടിട്ട് ഈ കഥകളൊക്കെ പറഞ്ഞു. ചേട്ടന്റെ ഈ മരണവും അമ്മയുടെ മരണവും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ ചേട്ടൻ പ്രേതമായിട്ട് നാട്ടുകാരെ മുഴുവനും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ മൂപ്പര് ഗംഗയിൽ പോയിട്ട് തർപ്പണങ്ങൾ ചെയ്ത് മറ്റേ ശാന്തിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പ്രേതാത്മാക്കൾ ശാന്തിക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്ത് നാട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. മുറ്റത്ത് വെറും നിലത്ത് അദ്ദേഹം കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു ദീനരോധനം. അയ്യോ വിശക്കുന്നേ. ഗോകർണൻ വീട്ടിൽ വന്നു. വീടിന്റെ മുറ്റത്ത് വെറും നിലത്ത് അദ്ദേഹം കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ദീനരോധനം. എന്താ അത്? അയ്യോ വിശക്കുന്നേ എന്നൊരു ദീനരോധനം. ആരാണ് നീ? എന്തിനു കരയുന്നു? ഗോകർണൻ ചോദിച്ചു. അനിയ, ഞാൻ പാപിയായ നിന്നെ ഏട്ടനാണ്. ദുന്തുകാരി, അയ്യോ കാറ്റെന്നെ വലിക്കുന്നു, നിൽപ്പുറയ്ക്കുന്നില്ല. അനിയ, നീ എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്നിങ്ങനെ പ്രേതം നിലവിളിച്ചു. അത് ആരായിരുന്നു? ദുന്തുകാരിയുടെ പ്രേതായിരുന്നു. ഈ അനിയനെ കണ്ടപ്പോ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ കാറ്റുക അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, എനിക്ക് നിൽക്കപ്പുറതയില്ല. നീ എന്നെ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് നീ എങ്ങനെയെങ്കിലും നീ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ പ്രേതം കേണപേക്ഷിച്ചു. ആരുടെ അടുത്ത്? ഗോവർണന്റെ അടുത്ത്. ദുന്തുകാരി കേണപേക്ഷിച്ചു.
ഗയാസാദം മൂട്ടിയിട്ടും തീരാത്ത പാപമോ, മഹാകഷ്ടം. അമ്മയും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അച്ഛൻ തീർച്ചയായും സ്വർഗപ്രാപ്തനായിരിക്കും. ഇവരെ രക്ഷിക്കാൻ എന്താ ഉപായം എന്നിങ്ങനെയുള്ള ചിന്ത നിമിത്തം ഗോകർണൻ അന്ന് ഉറക്കം തന്നെ വന്നില്ല. പുലർച്ചെ അല്പമൊന്ന് മയങ്ങിയപ്പോൾ സൂര്യഭഗവാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞതായി തോന്നി. പണ്ട് ശ്രീ ശുഗൻ പരീക്ഷിത്ത് രാജാവിനെ സർവഭാവവും കളഞ്ഞ് സായുജ്യം കൈവരത്തിയത് ശ്രീമദ് ഭാഗവത സപ്താഹ പാരായണം കൊണ്ടായിരുന്നു. അതുപോലെ ചെയ്യുക, നിന്റെ അഭീഷ്ടം സാധിക്കും. ഞാന് ഗയയിൽ പോയിട്ട് ഗംഗാനദിയിൽ തർപ്പണങ്ങളൊക്കെ ചെയ്തതാണല്ലോ. എന്നിട്ടും ഈ പ്രേതാത്മകൾക്ക് മറ്റേ സ്വർഗാരോഹണം ചെയ്യാൻ പറ്റിയില്ലല്ലോ. അമ്മയുടെ സ്ഥിതിയും ഇതേപോലെ ചേട്ടന്റെമാരി ആയിരിക്കുമോ? അമ്മയും ഒരു ദുഷ്ടയായിരുന്നല്ലോ, അമ്മയും നല്ല സ്വഭാവമായിരുന്നില്ല. അച്ഛൻ എന്തായാലും സ്വർഗാരോഹണം ചെയ്തിട്ടുണ്ടാവും. അച്ഛനെ പറ്റി ബോധരക്ഷണില്ല. അമ്മയും ചേട്ടനും എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താണ് ഒരു ഉപായം ഇതിനെ കണ്ടിങ്ങനെ ഇത് ഗോകർണ അന്ന് ഉറക്കം വന്നില്ല. അപ്പൊ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താ പ്രതിവിധി, രണ്ടുപേർക്ക് മോക്ഷം കൊടുക്കണ്ടേ, ആ മോക്ഷം കൊടുക്കാൻ എന്താണ് ഒരു പ്രതിവിധി എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആര്, നമ്മുടെ ഗോകർണൻ. പുലർച്ചെ അല്പം മയങ്ങിയപ്പോൾ സൂര്യഭഗവാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞതായി തോന്നി. പണ്ട് ഒന്ന് മയങ്ങി, നമ്മൾ ഉറങ്ങുമ്പോ ഒന്ന് മയങ്ങിപ്പോവില്ല, പെട്ടെന്ന് നമ്മൾ ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഉറങ്ങിപ്പോവും. അറിയില്ല, നമ്മളും അറിയില്ല. പിന്നെ കാശ് നോക്കുമ്പോഴായിരിക്കും ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സൂര്യഭഗവാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞതായി തോന്നി. സൂര്യഭഗവാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞതായി തോന്നി. പണ്ട് ശ്രീ ശുഗൻ പരീക്ഷിത്ത് മഹാരാജനെ സർവഭാവവും കളഞ്ഞ് സായുജ്യം കൈവരുത്തിയത് ശ്രീമദ് ഭാഗവത സപ്താഹ പാരായണം കൊണ്ടായിരുന്നു. സൂര്യഭഗവാൻ പറഞ്ഞു ഇങ്ങനെ പരീക്ഷിത്ത് കഥ വരുന്നുണ്ട് കേട്ടോ, അത് അടുത്ത ഇതിൽ വരുന്നുണ്ട്. ശ്രീ ശുഗൻ പരീക്ഷിത്ത് മഹാരാജാവിന്റെ സർവഭാവവും കളഞ്ഞ്, ശ്രീ ശുഗൻ എന്ന് പറഞ്ഞ ഒരു സന്യാസി പരീക്ഷിത്ത് മഹാരാജാവിന്റെ സർവഭാവം കളഞ്ഞ് സായുജ്യം കരുവരിച്ചത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്, ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം കേട്ട് കൊണ്ടായിരുന്നു. അതുപോലെ ചെയ്യുക, നിന്റെ അഭീഷ്ടം സാധിക്കും. നീയും അതുപോലെ ചെയ്താല് നിനക്കും അതുപോലുള്ള തന്റെ ചേട്ടന്റെയും അമ്മയ്ക്കും മോക്ഷപ്രാപ്തി കൊടുക്കാൻ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു. ഇതോടുകൂടി നമുക്ക് 3ാമത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളെ എപ്പിസോഡുകളൊക്കെ തുടർച്ചയായി കാണണം. 1, 2, 3 എന്ന് കണ്ടുകൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇടയിൽ വെച്ച് മാത്രം കണ്ടാൽ പോരാ എന്ന് ഞാനൊരു അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.